ഹായ് ഫ്രണ്ട്സ്, ഈ പ്രാവശ്യം ഈ പ്രാവശ്യമല്ല, കഴിഞ്ഞ വർഷം ഞങ്ങൾ ബന്ധിച്ചെടി കൃഷി ചെയ്തായിരുന്നു. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഈ വർഷം ഓർക്കുന്നു ഇതിൻ്റെ ഘട്ടം ഘട്ടമായ ഓരോ കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് നട്ടിട്ട് ഒരാഴ്ചയായി. കുറച്ചുണ്ട്, 1000 തൈയാണ് ഞങ്ങൾ നട്ടിരിക്കുന്നത്. അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്നോർത്തോണ്ടാണ് ഞാനിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ പ്രാവശ്യത്തെ കൃഷിയും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തായിരുന്നു. അത് പക്ഷേ എനിക്കതിനൊരു നഷ്ടം വന്നില്ല. അത് കാരണം തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിതിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലുള്ള ഇതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇട്ട് തരാം കേട്ടോ. ഇത് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു നമ്മുടെ ഓണക്കാലത്തിൻ്റെ ആവശ്യമായ പൂക്കൾക്ക് ആവശ്യമായാണ് നമ്മളിതിപ്പോൾ നടുന്നത്. ഇപ്പം നട്ടിട്ട് ഒരു 10 ദിവസമായി. ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വളപ്രയോഗം ചെയ്യേണ്ട കാര്യം, ഞങ്ങൾ കൂടുതലും ചാണകവെള്ളമൊക്കെയാണ് ഇതിനകത്ത് കൂടുതലും ഒഴിക്കുന്നത്. അല്ലാതെ ഒരുപാട് പൈസ മുടക്കിയുള്ള കൃഷിയല്ല ഇത്. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് ചെയ്യാവുന്ന നല്ലൊരു കൃഷിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് ഇത് വലിയ നഷ്ടമൊന്നും വന്നില്ല. ഇതിൻ്റെയൊക്കെ ഒരു 4-5 ദിവസം കൂടെ കഴിയുമ്പോഴത്തേന് ഇതിൻ്റെയൊക്കെ കൂമ്പ് നുള്ളാറാവും. ഈ വർഷം നമുക്ക് ഓണം നേരത്തെയാണല്ലോ, അത് കാരണമാണ് ഈ പ്രാവശ്യം. അല്ലെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജൂലൈ ആദ്യമാണ് തൈ നട്ടത്. ഇപ്പം നട്ടിട്ട് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയ തൈ ഇച്ചിരി വലിപ്പമുള്ള തൈയായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓരോരോ ഘട്ടങ്ങളിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യുക. നല്ലൊരു ആദായമാണ് നമുക്ക് നഷ്ടമൊന്നും വരത്തില്ല. ഞാൻ 1000 തൈയാണ് ഇവിടെ നട്ടിരിക്കുന്നത് കേട്ടോ.